ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ട പോലെ ഞാനൊരു മോശം അനുഭവം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഇതെനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എല്ലാവരെയും പറയട്ടെ. ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാത്ത ചുരുക്കം പേരെ ഇപ്പം നമ്മുടെ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ ഇങ്ങനത്തെ അനുഭവം ഉണ്ടായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്കും ഇങ്ങനൊരു അനുഭവം ഒരു 2-3 വർഷം മുന്നേ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു സംഭവം നേരിട്ട് കണ്ടപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അതൊരു പ്രതികരണമാണോ എന്ന് എനിക്ക് അറിയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അത് ആ അനുഭവപ്പെട്ട ഒരാളെ, സോറി കാറ്റ് വണ്ടി പോകുന്ന സൗണ്ടാണ് ഓക്കെ, അപ്പം അത് അനുഭവപ്പെട്ട ആളെ എന്നുവെച്ചാൽ അതിൽ നിന്ന് രക്ഷിക്കാൻ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവരെ അതിൽ നിന്ന് മാറ്റാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും അതിന് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കത് അവിടെ വലിയ ബഹളം വെച്ച് പൊട്ടിത്തെറിച്ച് അയാൾക്ക് 2 അടി കൊടുത്ത് ഉള്ള പ്രതികരണം എന്നെ കൊണ്ട് ഇനിയും അതെന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതല്ലാതെ വേറെ രീതിക്ക് മാന്യമായ രീതിക്കൊരു പ്രതികരണം ഞാനവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പം എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ കൂടെ ഇനി ഇങ്ങനത്തെ ഞാനൊരു വീഡിയോ ഇട്ടതുകൊണ്ട് ഇനി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അനുഭവങ്ങൾ ആർക്കും ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയും ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോകം അങ്ങനെയാണ്. നമ്മുടെ ലോകം നന്നാവില്ല. ഇങ്ങനത്തെ ഈ ആൾക്കാരുണ്ടല്ലോ, അവരും നന്നാവില്ല. അവരും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർ ഇനിയും നമ്മുടെ ലോകത്തിൽ വളർന്നു വരികയാണ്. വളർന്നു വരുന്ന ആൾക്കാർ, ഓൾറെഡി വളർന്ന് മൂത്ത് നരച്ചിട്ടുള്ള ആൾക്കാർ, മറ്റേ കുഴിയിലേക്ക് കാലി നീട്ടിയിരിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്രിമിനലിറ്റി നമുക്ക് ഒരിക്കലും ഒരു മെഡിക്കൽ ഷോപ്പിലും ഒരു മരുന്നോ ഒരു വൈദ്യൻ്റെ അടുത്ത് പോയാൽ ഒരു കഷായമോ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം സംഭവം എന്താണെന്നുള്ളത് ഞാൻ ചുരുക്കി പറയാം. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ അമ്മയും കൂടി ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് ഇടയായി. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും ട്രെയിനിൽ നിന്നും ബസ്സിൽ നിന്നൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള കൂടുതൽ തിക്കും തിരക്കൊക്കെ ഉണ്ടാവുക. അപ്പം ഇത് ചെയ്യാൻ വേണ്ടി വരുന്ന ചേട്ടന്മാരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഈ ചേട്ടന്മാർക്ക് ഈ തിക്കും തിരക്കുള്ളടത്താണല്ലോ ഇതിന് സൗകര്യം. എങ്ങനെ മനസ്സിലായില്ലേ? അപ്പോൾ ട്രെയിനിലാണ് ഈ ഒരു സംഭവം ഞാൻ കാണുന്നത്. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര തിരക്കൊന്നുമില്ല, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നിൽക്കുമായിരുന്നു, ഞാൻ അമ്മ നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇങ്ങനെ വലിയ സീറ്റിൽ അതിൽ ഒരു ഫാമിലി ഇരിക്കുന്നുണ്ട്, മക്കളുണ്ട്, അമ്മയുണ്ട്, അമ്മമ്മയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ അറ്റത്തായിട്ടൊരു മാന്യൻ ഇരിക്കുന്നുണ്ട്. ആ ചേട്ടൻ ചെറുപ്പക്കാരനോ എന്താ പറയുന്നത്, ജനിച്ചു വീണവനോ, അതായത് ജനിച്ചു വീണവെന്ന് പറയാൻ കാരണം ബുദ്ധി ഉറക്കാത്ത ഒരു മനുഷ്യനോ ഒന്നുമല്ല. ഒരു 19-60 വയസ്സൊക്കെ ഉണ്ടാവും ആ മാന്യനെ കാണുകയാണെങ്കിൽ. അത്രയും പ്രായക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യം ആളെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവരൊക്കെ ഒരു ഫാമിലി ആണെന്നാണ്. കാരണം അയാളുടെ ഇഷ്ടം കണ്ട അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ അയാളുടെ മോനും ഭാര്യ അമ്മയൊക്കെയാണെന്നാണ് അയാളുടെ ഇഷ്ടം കണ്ടാൽ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവർക്ക് ഒരു ഫാമിലി ആയിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു മാന്യമായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നത് നമ്മുടെ ഫാമിലി അല്ല, അടുത്തിരിക്കുന്നത് സ്വന്തം ഭാര്യയല്ല, കുട്ടിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആ സീറ്റിൽ അത്ര സ്പേസ് ഉള്ളൂ, അറിയാലോ ട്രെയിനിൻ്റെ സീറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കയ്യൊക്കെ ഒന്നും ഇങ്ങനെ ചേർത്ത് വെച്ച്, മാന്യമായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കയ്യൊക്കെ ഒന്നും ഇങ്ങനെ ചേർത്ത് വെച്ച് നമ്മൾ അധികം ടച്ച് ചെയ്യാതെ ഇരിക്കാൻ നമ്മൾ നോക്കും. ഇയാളുടെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇരിക്കുന്ന പോലെ കയ്യൊക്കെ ഇങ്ങനെ വിടത്തി വെച്ച് ആ ചേട്ടൻ അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായ? ആ ചേട്ടൻ കയ്യിൽ ഇവിടെ എന്തൊരു മുഴയാണത്രേ. അപ്പോൾ ആ ചേട്ടൻ അങ്ങനെ ഇരിക്കാൻ പറ്റും? നമുക്ക് ആ ചേട്ടൻ കുറ്റം പറയാൻ പറ്റില്ല. ഒരു ഫാമിലി അല്ല എന്നുള്ളത് എനിക്ക് എപ്പോഴാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഇയാളെ ഇപ്പം അങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്താ പറയുക, ഇയാളെ ഇടയ്ക്ക് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്, ധ്യാനിക്കാൻ തോന്നുന്നു ചേട്ടൻ. ആ ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ധ്യാനത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങി പോകുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തിരിക്കുന്ന ആളെ മനസ്സിലായ എന്നെ നോക്കുന്നുണ്ടാ, ഞാൻ തൊടുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ടാ, ഏത് മനസ്സിലായ? അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്ക് ധ്യാനത്തിലോട്ട് പോകുകയാണെങ്കിലും ആ ചേട്ടൻ്റെ ശ്രദ്ധ ഇങ്ങനെയും. അപ്പോൾ ആ ചേട്ടൻ അതിന് ഉറക്കത്തിലായാലും ധ്യാനത്തിൽ എന്ത് തന്നെയെങ്കിലും ആവട്ടെ, ആ ചേട്ടൻ എന്തായാലും അടുത്തിരിക്കുന്ന ആൾ നോക്കുന്നുണ്ടോ നോക്കാൻ ആ ചേട്ടൻ മറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇന്നത്തെ കാലത്ത് പെണ്ണെന്നോ ആണെന്നൊന്നും ഇല്ല കേട്ടോ. ഈ ആണുങ്ങളോടായാലും പെണ്ണുങ്ങളോടായാലും ഇപ്പം ന്യൂസൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? ഞാനതാണ് ആലോചിക്കുന്നത്, ഇത്രയും ന്യൂസ് കണ്ടിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടും ഇനിയും വെളിവ് വരാത്ത ആൾക്കാരാണ് നമ്മുടെ ലോകത്തിലുള്ളത്. അപ്പോൾ കുറേ ഇപ്പോൾ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. കുറേ ഇപ്പോൾ ഞാൻ അമ്മോട് കാര്യം പറഞ്ഞാൽ അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുഴുവൻ അമ്മയ്ക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പം അയാളെ ചീത്ത വിളിക്കും, കൈയെടുക്കണ ചെറ്റ എന്ന് അത്രയും ആൾക്കാരെ മുന്നിൽ പറയാൻ എനിക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞ എനിക്കുണ്ടായിരുന്നു. അയാൾ കണ്ടപ്പോൾ പൊട്ടിച്ചാലും വേണ്ടില്ല എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പേരും പറഞ്ഞില്ല, എനിക്ക് അതിനുള്ള ഒരു ഗസ് എനിക്കില്ല. അപ്പോൾ ഞാൻ മുഴുവൻ അമ്മ, പക്ഷേ എനിക്കതിന് പോകെ എൻ്റെ കൈ വിട്ട് പോകും. ഞാൻ മുഴുവൻ അമ്മ ഞാൻ ചിലപ്പോൾ പ്രതികരിച്ച് കൂട്ടാണ് ഞാൻ മുഴുവൻ പറഞ്ഞു. അപ്പോൾ അമ്മ അമ്മ പറയാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ശരിയാവില്ല വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അവരുടെ ഈ ആൻറ്റിയുടെ മോൻ, അവൻ ഞാൻ പറഞ്ഞു അവനെ ഒരു ചിലപ്പോൾ 6-7 ഒരു 5-6 അത്രേ ഉള്ളൂ കുഞ്ഞു മോനെ. അപ്പോൾ അവനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ച് ആക്ഷൻ കാണിച്ച് ഞാൻ വിളിച്ചു. അപ്പോൾ അവനോട് എന്തെങ്കിലും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാരാന്ന് ചോദിച്ചു. ഞാൻ അപ്പം നമ്മളൊന്ന് കൺഫേം ചെയ്യണല്ലോ, ബന്ധുവല്ല എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യണ്ടേ. അപ്പം ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്നാണ് അവനോട് മറുപടി പറഞ്ഞത്. അപ്പം ഞാനോട് പറഞ്ഞു, അവനോട് ഇങ്ങനെ കാണിച്ചു, ശരിയല്ല മാറിക്കി എന്നുള്ള ആക്ഷൻ കാണിച്ചത് അവന് മനസ്സിലായി. അവൻ അമ്മോട് പറഞ്ഞു അമ്മ അപ്പുറത്തേക്കിരുന്നത്, ഞാൻ അപ്പുറത്തേക്കിരിക്കാം എന്നുള്ളത് അവൻ പറയും. അവൻ്റെ അമ്മേനെ മാറ്റിയിട്ട് അവൻ ഇപ്പുറത്തേക്കിരിക്കാനുണ്ടായത്. ഞാനിതാണ് ആലോചിക്കുന്നത്, ഈ 5-6 പഠിക്കുന്ന കുട്ടിക്കുള്ള വിവരം പോലും ഈ കളവിനില്ല എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം കുട്ടിക്ക് കാര്യം മനസ്സിലായ കുട്ടി അവൻ്റെ അമ്മേനെ അപ്പുറത്തേക്ക് മാറ്റിയപ്പോൾ തന്നെ അത് കഴിഞ്ഞപ്പം എന്ന് വെച്ചാൽ ആള് മാറിയല്ലോ. അപ്പോൾ അയാൾക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം പ്രശ്നം പറ്റിയിട്ട് ആരോ കണ്ട് പറഞ്ഞു കൊടുത്തത് മിസ്റ്റേക്ക് ആൾക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ ഡ്രാമ അയാളുടെ ഫോൺ എടുക്കുന്നു, നാട്ടിലുള്ള എല്ലാവരും വിളിക്കുന്നുണ്ട്. ശരിക്കും കോൾ ചെയ്യണമെന്ന് എനിക്കറിയില്ല. വിളിക്കുകയാണ്, ഞാനിപ്പോൾ തൃശ്ശൂർ ഇറങ്ങും, തൃശ്ശൂർ എത്താറായി, 10 മിനിറ്റുള്ളൂ, 15 മിനിറ്റുള്ളൂ, എൻ്റെ ഫ്രണ്ട് ഉണ്ട് എൻ്റെ കൂടെ, ഒറ്റയ്ക്കല്ല, അവൻ വേറെ കുപ്പിയിൽ സീറ്റിൽ ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫോൺ വിളിയോട് ഫോൺ വിളി. ഞാൻ ഫോൺ വിളി നിർത്തുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ഈ കുട്ടി 5-6 പഠിക്കുന്ന ഈ ആൺകുട്ടി മോൻ, അവൻ അവൻ്റെ അമ്മയല്ലേ, അവൻ ആൺകുട്ടിയല്ലേ, അവൻ ദേഷ്യം പിടിച്ചു. ഞാൻ നോക്കുമ്പോൾ ഇവൻ അയാളെ ഈ ചെക്കൻ്റെ കൈയിട്ടിട്ട് കുത്തി കുറേ നേരം ഹെവി കുത്തി സത്യം പറഞ്ഞിട്ട് ഞാൻ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കിട്ടാൻ മോനെ. എന്ന് വെച്ചാൽ അവൻ്റെ ഉള്ളിൽ എന്താ പറയുക, ആൺകുട്ടി ഉണർന്നതാണ് ആ സമയത്ത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എന്ന് വെച്ചാൽ അവന് നല്ലൊരു പാരന്റിങ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ലൊരു മോനാണ്. എന്ന് വെച്ചാൽ അവൻ അങ്ങനെ ചെയ്തല്ലോ, അവൻ്റെ അമ്മോട് അങ്ങനെ ചെയ്ത ഒരാളെ എങ്ങനെയെങ്കിലും ഒന്ന് ഉപദ്രവിക്കാൻ നമ്മൾ ഇരിക്കുക ഒരു മൈൻഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ. അപ്പോൾ അവൻ്റെ കൈ വെച്ചിട്ട് അവനെ കുത്തി എങ്ങനെയെങ്കിലും അയാൾ അവിടെ മാറ്റണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ കുത്തി കൊടുത്തപ്പോൾ ഒരു തൃശ്ശൂർ എത്താൻ 10-15 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഇയാൾ ഇറങ്ങി നീറ്റങ്ങ് മാറി പോകാനുണ്ടായത്. അത് കാര്യം മനസ്സിലായി.
അപ്പോൾ ഈ കുട്ടിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞു മോനെ കുറേ നേരമായി കാണുന്നു കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആൻറ്റി ഇയാൾ കയറിപ്പോൾ തൊട്ടേ കാലിൽ വയ്യത്തിരി സ്ഥലം തരുമെന്ന് ചോദിച്ചിട്ട് ഇരുന്നതാണ് അത്ര ഈ ചാട്ടൻ. അപ്പോൾ കുട്ടികൾ കയറിപ്പോൾ തൊട്ടേ അപ്പോൾ ഈ മോനോടും ഞാൻ അതാ പറഞ്ഞ ആണി പെണ്ണൊന്നും ഇല്ലാന്ന്, ഈ മോനെയും കുറേ നേരമായിട്ട് ഇയാൾ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കണ്ടായിരുന്നു എന്നാണ് ഈ മോൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവർ മാറിയിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ ഈ അമ്മേനോട് വൃത്തിയോട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന കുറേ പേര് ഇപ്പം ചോദിക്കാം, മനസ്സിൽ വിചാരിക്കേണ്ടവരെയും കമൻറ്റൊക്കെ വരാം, നിനക്കൊരു വീഡിയോ എടുത്തായിരുന്നില്ല, പിന്നെ വീഡിയോ എടുത്ത് പുറത്ത് വിടായിരുന്നില്ലേ, ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടാടി കൊടുക്കായിരുന്നില്ല, ആൾക്കാരെ വിളിച്ച് കൂട്ടായിരുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പം അവിടെ അത്രയും ഒരു സീനാക്കി, കുറേ ആൾക്കാർ കൂടി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിലും വേറെ പല ആൾക്കാർ വീഡിയോ എടുത്താൽ പബ്ലിക്കാക്കും. ചിലപ്പോൾ ഈ മോൻ്റെയും അമ്മയുടെ ഒന്നും ഫേസ് അവർ ബ്ലർ ആക്കില്ല, മനസ്സിലായോ? ഇയാളുടെ ഫേസ് എന്തായാലും പുറത്ത് വരും, അതിന് കൂടെ തന്നെ ഈ മോൻ്റെയും അമ്മയുടെ ഒക്കെ ഫേസ് പുറത്ത് വരും. ഇനിയിപ്പോൾ ആരും വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ കുറേ ആൾക്കാർ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ശ്രദ്ധിക്കും. അപ്പം ഇവർക്ക് ആ ഫാമിലിക്ക് അതൊരു ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അതെനിക്ക് അതിന് വലിയൊരു ബുദ്ധിമുട്ടാവും. പിന്നെ അത് അവരോട് ഒന്ന് പറയാമെന്ന് ആലോചിക്കുക, എന്തിനാ മോളെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ആൻറ്റി പ്രതികരിക്കാത്ത സ്ഥിതിക്ക് എന്ന് വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു, വളരെ വിടായിരുന്നു, എന്തിനാ ഇത്രയും ഇഷ്യൂ ആക്കിയിരുന്നു അവരോട് ചോദിക്കാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതൊന്ന്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് പുറത്തു വിടാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലം ശരിയല്ല, എല്ലാവരും പ്രതികാര മനോഭാവം വെച്ച് നടക്കുന്നവരാണ്. പ്രതികാരം വന്നു കഴിഞ്ഞാൽ കൊല്ലുക, കുത്തുക, ചവിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം എനിക്കും ജീവിക്കണം, ഞാൻ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, എനിക്ക് എൻ്റെ ഫാമിലിക്ക് സമാധാനമായിട്ട് ജീവിക്കണം. അതുകൊണ്ടാണ് ഇതൊന്നും വീഡിയോ എടുത്ത് പുറത്തു വിടാത്തത്. എന്ന് വെച്ചാൽ പ്രതികരിച്ചല്ലോ, ഞാൻ എന്തായാലും അവരെ അവിടെ മാറ്റിയിരുത്താനുള്ളൊരു ഞാൻ കാണിച്ചല്ലോ. അപ്പം അതുകൊണ്ടാണ് വീഡിയോ എടുത്ത് പുറത്തു വിടാനത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനിയെങ്കിലും എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും മാറ്റാൻ എനിക്ക് പറ്റില്ല, അത് അവരെന്നെ വിചാരിക്കണം. അല്ലാത്ത ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടാവുന്ന ആൾക്കാർ അവരോടാണ് ഞാൻ പറയുന്നത്, പ്രതികരിച്ച് തുടങ്ങുക. ഇത് സ്വയം എന്തെങ്കിലും അനുഭവം വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒന്നെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിക്കോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിക്കോ പ്രതികരിക്കുക, അവിടെ നീറ്റ് പോകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം പൊട്ടിച്ചാലും പ്രശ്നമില്ല, ധൈര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്, രണ്ടെണ്ണം പൊട്ടിക്കോ, രണ്ട് ചീത്ത വിളിക്കോ, ആൾക്കാരെ വിളിച്ചുകൂട്ട വീഡിയോ കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം, പ്രതികരിക്കുക കേട്ടോ. ഇനിയുള്ള അനുഭവം ഉണ്ടാവുന്നവരോടാണ് ഞാൻ പറയുന്നത്, പ്രതികരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും